വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് മാഗി എഗ് മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എഗ് മസാല തയ്യാറാക്കാനായിട്ട് നമുക്ക് മാഗി എടുക്കാം, ഒരു 2 മുട്ട, ഒരു സവാള എടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ മറ്റ് വെജിറ്റബിൾസ് ക്യാരറ്റോ ബീൻസോ ഗ്രീൻ പീസോ ഒക്കെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പാക്കറ്റിന് ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മുട്ടയുടെ എണ്ണം കൂട്ടോ കുറയ്ക്കോ ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു സവാള നമുക്ക് ചെറിയ പീസാക്കി അരിഞ്ഞെടുക്കാം. നീളത്തിലോ അല്ലെങ്കിൽ ക്യൂബ്സ് ആക്കിയോ അങ്ങനെ ഓരോരുത്തരുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് മുറിച്ചെടുക്കാം. ഈ ഒരു മുട്ട നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം. ഇതിനൊക്കെ മുമ്പായിട്ട് നമുക്ക് ഈ മാഗി ഒന്ന് വേവിക്കാനായിട്ട് വയ്ക്കാം. ഞാൻ പാക്ക് പൊട്ടിച്ചിട്ട് ന്യൂഡിൽസ് ഇതുപോലെ ഒന്ന് മുറിച്ച് വയ്ക്കും. എന്നിട്ടാണ് വെള്ളത്തിനകത്തിലേക്കിട്ട് അതൊന്ന് വേവിച്ചെടുക്കുന്നത്. ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് വെള്ളം ചൂടാക്കാനായിട്ട് വയ്ക്കാം. അത് ഒന്ന് നന്നായിട്ട് ചൂടായി വന്നു കഴിയുമ്പോഴേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. നേരത്തെ ഇടുക എന്നുണ്ടെങ്കിൽ ഇത് ഒരുപാടങ്ങ് വെന്ത് കുഴഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് ചൂടായി വരുമ്പോഴേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ക്രിസ്പി ആയിട്ടുള്ള ആ ഒരു ടെക്സ്ചറൊന്ന് മാറി ഒന്ന് ചെറുതായിട്ടൊന്ന് ലൂസായിട്ടൊന്ന് കിട്ടുന്ന പരുവാകുമ്പോഴേക്ക് നമുക്കിത് മാറ്റി വയ്ക്കാം. ഞാൻ തയ്യാറാക്കുമ്പോൾ ഇത് ഫുള്ളായിട്ട് വെന്ത് പോകുന്നതിന് മുമ്പ് തന്നെ ഇത് വെള്ളം ഊറ്റിയെടുത്തിട്ടാണ് എടുക്കുന്നത്. ചിലർക്ക് ആ വെള്ളം ഊറ്റാതെ എടുക്കുന്നത് ഇഷ്ടമുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇത്രയും വെള്ളം വെക്കണമെന്നില്ല. കുറച്ച് വെള്ളം കുറച്ച് വെച്ചിട്ട് അവരുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഉള്ള ക്വാണ്ടിറ്റിയിൽ വെള്ളം എടുത്തിട്ട് യൂസ് ചെയ്യാം. വെള്ളം നല്ലതായിട്ട് ചൂടായിട്ട് നമ്മൾ ഇതിരുന്നുകൊണ്ട് തന്നെ അതൊന്ന് ക്രിസ്പിനെസ് ഒക്കെ മാറി ചെറുതായിട്ട് അതൊന്ന് സോഫ്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒത്തിരി അങ്ങ് വെന്ത് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്കിത് ഊറ്റിയെടുക്കാം. ആ ഒരു സമയത്ത് നമുക്ക് ഉള്ളി അരിഞ്ഞ് വയ്ക്കാം. മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിനുള്ളിലേക്കാണ് ഞാൻ മാഗിയുടെ മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും. കട്ടയൊന്നും കെട്ടാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം നമ്മൾ ഈ ഒരു പാക്കറ്റ് എടുക്കുകയെന്നുണ്ടെങ്കിൽ അതിനകത്തിലൊരു 2 പാക്കറ്റ് മസാല പൗഡർ കാണും. അപ്പോൾ ഇഷ്ടമുള്ളതുപോലെ, ചിലർക്ക് ഒരുപാട് മസാല ഇടുന്ന ഇഷ്ടമല്ലായിരിക്കും, ചിലർക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് മസാല ആഡ് ചെയ്ത് കൊടുക്കാം. 1 പാക്കറ്റോ അല്ലെങ്കിൽ 2 പാക്കറ്റ് ഫുള്ളായിട്ടോ ആഡ് ചെയ്തിട്ട് കൊടുക്കാം. ആ ഒരു സമയത്തിന് മാഗി വെന്ത് വരും. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോഴേക്ക് നമുക്കിത് ഊറ്റി വയ്ക്കാം, അല്ലെങ്കിൽ ഒരുപാട് വെന്തുടഞ്ഞ് പോകും. ഇതുപോലെ വെള്ളമൊക്കെ ഊറ്റിയിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോഴേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ആഡ് ചെയ്ത് കൊടുക്കാം. അതിനെ നമുക്കൊന്ന് വാടി വരണം, ഒരുപാട് മൊരിയണ്ട. ഒന്ന് വാടി വരുമ്പോഴേക്ക് നമുക്കതിനുള്ളിലേക്ക് നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ മുട്ടയുടെ ആ ഒരു മിക്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ഇത് കരിഞ്ഞു പോവുകയും ചെയ്യരുത്, എന്നാൽ എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുകയും വേണം. ഇത് ഇതുപോലെ ആയിക്കഴിയുമ്പോഴേക്കും നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ന്യൂഡിൽസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. വെജിറ്റബിൾസ് ഒക്കെ ചേർക്കണം എന്ന് ഇഷ്ടമുള്ളവർക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഊറ്റി വെച്ച സമയം കൊണ്ട് ആ ഒരു ചെറുതായിട്ടൊന്ന് കട്ടിയായിട്ട് വരും. അപ്പോൾ നമ്മൾ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട്, തവി ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ചട്ട ഉപയോഗിച്ചിട്ടൊക്കെ ചെയ്യുന്നതിലും നല്ല നമ്മളൊരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഈ ഒരു മസാലയായിട്ട് ഈ ന്യൂഡിൽസ് മിക്സ് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. ഒരു 2 ഫോർക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി എളുപ്പത്തിൽ നമുക്കത് ചെയ്യാൻ പറ്റും. ഇതുപോലെ നന്നായിട്ട് നമുക്ക് ന്യൂഡിൽസ് ആ മസാലയൊക്കെ ആയിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ മല്ലിയിലയോ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാൻ ഇഷ്ടമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഉള്ളി ഒന്നും വഴറ്റാതെ തന്നെ വേണമെങ്കിലും നമുക്ക് ഇത് ചെയ്യാം. അതിനായിട്ട് ആ ഉള്ളി വഴറ്റുന്ന ആ സ്റ്റെപ്പ് നമുക്കൊന്ന് സ്കിപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുപോലെ തന്നെ എഗ്ഗ് ആഡ് ചെയ്തിട്ടെടുക്കാം, എഗ്ഗ് ആഡ് ചെയ്യാതെ എടുക്കാം. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് എളുപ്പം ഇത് വൈകുന്നേരമൊക്കെ കഴിക്കണം തോന്നുകയാണെങ്കിൽ തയ്യാറാക്കി എടുക്കാം. ഇതുവരെ ഇങ്ങനെ തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ ഇനി മാഗി വാങ്ങുമ്പോൾ മുട്ടയും കൂടെ വാങ്ങിച്ചിട്ട് ഇങ്ങനെ തയ്യാറാക്കി നോക്കൂ.